ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന ഭാഗമാണ്. അതിൽ ചാപ്റ്റർ 2 കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പാർട്ട് 4 ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സെൻസസ് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ് എന്നിങ്ങനെയുള്ള രണ്ട് രീതികളായിരുന്നു. സർവേ നടത്താനുള്ള രണ്ട് രീതികളായിരുന്നു. സെൻസസ് മെത്തേഡിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. കൂടാതെ സാമ്പിൾ മെത്തേഡും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് സാമ്പിളിംഗ് രീതികളാണ്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് രീതികൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. സാമ്പിളിംഗ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. അതിൽ ഒന്നാമത്തേതാണ് യാദൃശ്ചിക സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ്. രണ്ടാമത്തേതാണ് യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, അപ്പം രണ്ട് രീതികളാണ് സാമ്പിളിങ്ങിന് ഉള്ളത്. സാമ്പിളിംഗ് രീതികൾ രണ്ട് വിധത്തിലാണ്. ഒന്ന് യാദൃശ്ചിക സാമ്പിളിങ്ങും റാൻഡം സാമ്പിളിങ്ങും. രണ്ട് യാദൃശ്ചികമല്ലാത്ത അല്ലെങ്കിൽ യാദൃശ്ചികേതര എന്നും പറയും. യാദൃശ്ചികേതര സാമ്പിളിംഗ് അല്ലെങ്കിൽ യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ്, അതായത് നോൺ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഇനി ഇവ രണ്ടും എന്താണ് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സാമ്പിളിംഗ് രീതികളിൽ ആദ്യത്തെ സാമ്പിളിംഗ് രീതിയാണ് യാദൃശ്ചിക സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഇനി യാദൃശ്ചിക അഥവാ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പഠനവിധേയമാക്കുന്ന ഐറ്റം അല്ലെങ്കിൽ ഇനത്തിലെ എല്ലാവരെയും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. പഠനവിധേയമാക്കുന്ന വിഭാഗത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ പരിഗണന അഥവാ അവസരം നൽകി സാമ്പിൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്തരം രീതിയെയാണ് റാൻഡം സാമ്പിളിംഗ് അഥവാ യാദൃശ്ചിക സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ അവസരം നൽകി അല്ലെങ്കിൽ തുല്യ പരിഗണന നൽകി സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് റാൻഡം സാമ്പിളിംഗ് അഥവാ യാദൃശ്ചിക സാമ്പിളിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സെലക്ടിംഗ് എ സാമ്പിൾ ബൈ ഗിവിംഗ് ഈക്വൽ consideration or opportunity to all members of the population. ഓക്കെ, ഇനി അടുത്തതായി യാദൃശ്ചിക സാമ്പിളിംഗ് രീതികളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കുറേ രീതികളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിലെ പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡ് നമ്മൾ പറയുന്നു. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ലോട്ടറി മെത്തേഡ് അഥവാ ലോട്ടറി രീതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലോട്ടറി എന്ന പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം നറുക്കെടുപ്പ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങൾക്കും പരിഗണന നൽകുന്നു എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതുന്നു. അതിനുശേഷം അത് നല്ലതുപോലെ മടക്കുന്നു, ഒരേപോലെ മടക്കുന്നു. അതിനുശേഷം അത് ഒരു
ഒരു പോട്ടിൽ ഒരു പാത്രത്തിലിട്ട് നല്ലവണ്ണം ഷഫിൾ ചെയ്യുന്നു, നല്ലവണ്ണം കുലുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് എത്ര സാമ്പിൾ വേണോ അത്രയും സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നുണ്ട്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ലോട്ടറി മെത്തേഡ് അഥവാ ലോട്ടറി രീതി എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1000 ആളുകളിൽ നമ്മൾ പഠനം നടത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1000 ആളുകളെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷനിലെ അംഗങ്ങളുടെ എണ്ണം 1000 ഓക്കെ, അതിനുശേഷം നമ്മൾ 100 സാമ്പിളാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ 1000 ആളുകളിൽ നിന്ന് 100 ആളെ സാമ്പിളായിട്ട് തിരഞ്ഞെടുക്കണം. ഓക്കെ, ലോട്ടറി രീതിയിൽ ഈ 1000 ആളുകളുടെ പേരുകളും ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതി വെക്കുന്നു. ഒരു കഷ്ണം പേപ്പറിൽ അത് വ്യക്തമായി എഴുതി വെക്കുന്നു. എന്നിട്ട് ഈ 1000 കഷ്ണം പേപ്പറുകളും, 1000 പേപ്പർ സ്ലിപ്പിൽ 1000 ആളുകളുടെ പേര് എഴുതിയതിന് ശേഷം ഈ 1000 പേപ്പറുകളും ഒരേപോലെ മടക്കുന്നു. എന്നിട്ട് ഈ 1000 ആളുകളുടെ പേരുകൾ എഴുതിയ പേപ്പറുകൾ ഒരു കണ്ടെയ്നറിലോ പാത്രത്തിലോ ഇട്ട് നല്ലവണ്ണം ഷഫിൾ അഥവാ കുലുക്കുന്നു, ഷഫിൾ ചെയ്യുന്നു അഥവാ കുലുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് 100 പേപ്പർ സ്ലിപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 100 സാമ്പിളുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാമ്പിൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോട്ടറി മെത്തേഡ്. എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ രീതി പ്രകാരം ജനസംഖ്യയുടെ അഥവാ പോപ്പുലേഷനിലെ എല്ലാ ഇനങ്ങളും തുല്യ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പ്രത്യേക പേപ്പർ സ്ലിപ്പുകളിൽ എഴുതുന്നു. ഈ പേപ്പർ സ്ലിപ്പുകൾ കണ്ടെയ്നറിൽ ഇട്ടു നന്നായി ഷഫിൾ ചെയ്യുന്നു. സാമ്പിളുകളായി കണ്ടെയ്നറിൽ നിന്ന് പേപ്പർ സ്ലിപ്പുകളുടെ ആവശ്യമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഈ രീതിയാണ് ലോട്ടറി രീതി, ലോട്ടറി മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഓൾ ഐറ്റംസ് ഓഫ് ദി പോപ്പുലേഷൻ ആർ റൈറ്റ്സ് ഓൺ സ്പെഷ്യൽ പേപ്പർ slips that are same size and shape. Okay, put these paper slips in the container and shuffle well. Performs the required selection of paper slips from the container as samples. Okay, this is known as lottery method. അടുത്ത രണ്ടാമത്തെ യാദൃശിക സാമ്പിളിംഗ് രീതിയാണ് റാൻഡം സാമ്പിളിംഗ് രീതിയാണ് റാൻഡം നമ്പർ പട്ടികകൾ, റാൻഡം നമ്പർ ടേബിൾസ്. ഓക്കെ, റാൻഡം നമ്പർ ടേബിൾസ് എന്നത് വിപണിയിൽ ലഭ്യമാണ്, മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ സാമ്പിൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ റാൻഡം നമ്പർ പട്ടികകൾ വിപണിയിൽ അഥവാ മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇതാണ് റാൻഡം നമ്പർ പട്ടികകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാൻഡം നമ്പർ ടേബിൾസ് are available in the market. Sample selection can be done using this table. Okay, അപ്പോൾ ഈ രണ്ട് രീതികളാണ് യാദൃശിക സാമ്പിളിംഗ് രീതിയിൽ, റാൻഡം സാമ്പിളിംഗ് രീതിയിൽ നമ്മൾ എടുത്തു പറയുന്നത്. ഒന്ന് ലോട്ടറി മെത്തേഡ്, രണ്ട് റാൻഡം നമ്പർ ടേബിൾസ്. ലോട്ടറി രീതിയും റാൻഡം നമ്പർ പട്ടികകളും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ്, രണ്ടാമത്തേതാണ് യാദൃശികമല്ലാത്ത സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഇനി നോൺ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യയിലെ അഥവാ പോപ്പുലേഷനിലും സാമ്പിളായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് തുല്യമായ അവസരമില്ല.
അന്വേഷകൻ്റെ അഥവാ എന്യൂമറേറ്ററുടെ വിവേചനാധികാരവും പക്ഷപാതവും അനുസരിച്ച് സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണിത്. അതായത് ഈ എന്യൂമറേറ്റർ അഥവാ അന്വേഷകൻ ആരാണോ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് അവരാണ് എന്യൂമറേറ്റർ അഥവാ അന്വേഷകൻ. അപ്പോൾ ഈ അന്വേഷകൻ അഥവാ എന്യൂമറേറ്റർ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ വിവേചനാധികാരവും അവരുടെ പക്ഷപാതവും ഉപയോഗിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നില്ല. അതായത് പോപ്പുലേഷനിലെ എല്ലാവർക്കും തുല്യ പരിഗണന അഥവാ അവസരം നൽകുന്നില്ല. അപ്പോൾ തുല്യ പരിഗണന അഥവാ അവസരം നൽകാതെ ഈ എന്യൂമറേറ്റർ അഥവാ അന്വേഷകൻ സ്വന്തം ഇഷ്ടപ്രകാരം വിവേചനാധികാരവും പക്ഷപാതവും കാണിച്ച് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന രീതിയാണ് യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ് എന്നതായി അറിയപ്പെടുന്നത്. ഓക്കെ. There is no equal opportunity for each items in the population to be selected as sample. The sample is selected at the discretion and bias of the investigator or enumerator. ഓക്കെ. ഇനി ഈ യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ് അഥവാ നോൺ റാൻഡം സാമ്പിളിംഗ്, അതിന് ഒരു 3 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്ന് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, രണ്ടാമത്തത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, മൂന്നാമത്തത് കോട്ട സാമ്പിളിംഗ്. ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് ഇതെല്ലാം ഈ യാദൃശ്ചികമല്ലാത്ത സാമ്പിളിങ്ങിന് അഥവാ നോൺ റാൻഡം സാമ്പിളിങ്ങിന് ഉദാഹരണമായി കാണിക്കുന്നു. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് പേര് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് ആണ് സാമ്പിളിംഗ് പിഴവുകളും സാമ്പിളിംഗ് ഇതര പിഴവുകളും. സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഇതിൽ ആദ്യം സാമ്പിളിംഗ് പിഴവുകൾ എന്താണെന്ന് പറയുന്നു. സാമ്പിളിംഗ് എറേഴ്സ്. ഓക്കെ. ഇനി സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷനെ മൊത്തമായി നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഒരു മൂല്യം കിട്ടും. ഇനി പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്ത് പഠനവിധേയമാക്കുമ്പോൾ നമുക്കൊരു മൂല്യം കിട്ടും. അവ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ആ ഒരു വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് പിഴവുകൾ എന്നത്. ഓക്കെ. അപ്പോൾ സാമ്പിളിംഗ് പിഴവ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ മൊത്തമായി പഠനം നടത്തുമ്പോൾ കിട്ടുന്ന മൂല്യവും, അപ്പോൾ അതവിടെ എടുത്തു വെക്കുക. പിന്നെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്ത് പഠനം നടത്തുമ്പോൾ കിട്ടുന്ന മൂല്യവും അതും എടുത്തു വെക്കുക. എന്നിട്ട് അവ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് പിഴവുകൾ. ഓക്കെ. സാമ്പിളിംഗ് എറേഴ്സ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി വാല്യൂ ഒബ്റ്റെയിൻഡ് വെൻ സ്റ്റഡിയിങ് ദി പോപ്പുലേഷൻ ആസ് എ ഹോൾ ആൻഡ് ദി വാല്യൂ ഒബ്റ്റെയിൻഡ് വെൻ സ്റ്റഡിയിങ് ദി സാമ്പിൾ. ഓക്കെ. അതായത് ഇത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ സാമ്പിളിംഗ് പിഴവുകൾ, സാമ്പിളിംഗ് എറേഴ്സ് ഈസ് ഈക്വൽ ടു യഥാർത്ഥ മൂല്യം ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് മൂല്യം സാമ്പിളിംഗ് വാല്യൂ. ഓക്കെ. യഥാർത്ഥ മൂല്യം എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് സാമ്പിൾ മൂല്യം എത്രയാണോ കിട്ടിയത് ആ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ, ആ മൂല്യം കുറച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് പിഴവുകൾ അഥവാ സാമ്പിളിംഗ് എറേഴ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ. സാമ്പിളിംഗ് പിഴവുകൾ, സാമ്പിളിംഗ് എറേഴ്സ് കൂടുതലായി മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു ഉദാഹരണം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇവിടെ 5 കർഷകരുടെ വരുമാനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 കർഷകരാണ് ഇവിടെ പോപ്പുലേഷനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ 5 കർഷകരുടെ വരുമാനമാണ്. ആദ്യത്തെ ആളുടെ വരുമാനം 500, രണ്ടാമത്തേത് 580, 3 600, നാലാമത്തെ 650, അഞ്ചാമത്തെ ആളുടെ വരുമാനം 700. ഓക്കെ. അപ്പോൾ ഈ 5 ആളുടെ വരുമാനത്തിൻ്റെ ശരാശരി വരുമാനം കാണുന്നു. അപ്പോൾ അത് കാണാൻ ഈ 5 ആളുടെ വരുമാനം കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 5 ആളുടെ വരുമാനം കൂട്ടുമ്പോൾ 3000 കിട്ടും. അതിനെ 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് വരുമാനം 600 കിട്ടി. അപ്പോൾ ഈ 5 കർഷകരുടെ ശരാശരി വരുമാനം 600 ആണ്. ഓക്കെ. ഇനി നമ്മൾ
സാമ്പിൾ രീതിയിൽ ഇതൊന്ന് ചെയ്തു നോക്കുന്നു. ഓക്കെ, ഇവിടെ 5 കർഷകരിൽ നിന്ന് 2 കർഷകരെ നമ്മൾ സാമ്പിളായി സെലക്ട് ചെയ്യുന്നു. 500ഉം 600ഉം വരുമാനമുള്ള 2 കർഷകരെയാണ് നമ്മൾ സാമ്പിളായി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ശരാശരി വരുമാനം നമ്മൾ കാണണം. അപ്പോൾ ഇവരുടെ ശരാശരി വരുമാനം കാണണമെങ്കിൽ ഈ 500ഉം 600ഉം കൂട്ടണം. അപ്പോൾ 500ഉം 600ഉം കൂട്ടിയാൽ 1100 കിട്ടും. എന്നിട്ട് 2 ആളാണുള്ളത്, അപ്പോൾ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1100നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 550 ശരാശരി വരുമാനം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം 5 കർഷകരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. അപ്പോൾ ഈ പോപ്പുലേഷനിലെ 5 ആളുകളെയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് പഠനം നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് വരുമാനം 600 ആണ്. ഓക്കെ, അപ്പോൾ 5 ആളുകളെയും ഉൾപ്പെടുത്തി പഠനം നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് വരുമാനം 600 ആണ്. ഓക്കെ, എന്നാൽ ഇതിൽ നിന്ന് 2 സാമ്പിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ പഠനം നടത്തി. അങ്ങനെ പഠനം നടത്തി ശരാശരി വരുമാനം, ആവറേജ് വരുമാനം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 550 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചപ്പോൾ കിട്ടിയത് 600ഉം സാമ്പിൾ എടുത്ത് ശരാശരി വരുമാനം കണ്ടപ്പോൾ കിട്ടിയത് 550ഉമാണ്. ഇവിടെ വ്യത്യാസം 50 ആണ്. ഓക്കെ, ഈ 50നെയാണ് നമ്മൾ സാമ്പിളിംഗ് പിഴവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് പിഴവ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥ മൂല്യം മൈനസ് സാമ്പിളിംഗ് മൂല്യം. സാമ്പിളിംഗ് എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. ഓക്കെ, അപ്പോൾ 600 മൈനസ് 550 സമം 50. ഇവിടെ 50 സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് പിഴവായി കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ സാമ്പിളിംഗ് പിഴവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പിളിൻ്റെ വലുപ്പം കൂട്ടിയാൽ മതി. സാമ്പിളിൻ്റെ വലുപ്പം കൂട്ടുന്നതിലൂടെ സാമ്പിളിംഗ് പിഴവ് കുറയ്ക്കാൻ സാധിക്കും. സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് എ ലാർജ് സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ എടുക്കുന്ന എണ്ണം കൂട്ടുക എന്നർത്ഥം. അതായത് സാമ്പിൾ ഇപ്പോൾ 100 എണ്ണമാണ് സെലക്ട് ചെയ്യുക, 150 200 അങ്ങനെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ സാമ്പിളിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഈ സാമ്പിളിംഗ് പിഴവുകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് സാമ്പിളിംഗ് ഇതര പിഴവുകൾ, നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഓക്കെ, ഇനി സാമ്പിളിംഗ് ഇതര പിഴവുകൾ എന്നുള്ളത് താഴെ പറയുന്ന 3 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ഇതര പിഴവുകൾ താഴെ പറയുന്നവയാണ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ ആസ് ഫോളോസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ദത്തങ്ങൾ ശേഖരിക്കുന്നതിലെ പിഴവുകൾ, എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ദത്തങ്ങൾ എന്യൂമറേറ്റർ ഡാറ്റകൾ ശേഖരിക്കുമ്പോൾ തെറ്റുകൾ പറ്റാം, ശേഖരിക്കുമ്പോൾ പിഴവുകൾ ഉണ്ടാകാം. അതാണ് ഒന്നാമത്തെ പിഴവായി കണക്കാക്കുന്നത്, തെറ്റായി കണക്കാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് പ്രതികരണമില്ലായ്മ കൊണ്ടുള്ള പിഴവുകൾ, നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ആൾ, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്ന ആളുണ്ടാവും, അവർ യഥാർത്ഥ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന തെറ്റുകളാണ്, ഉണ്ടാവുന്ന പിഴവുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പിഴവാണ് സാമ്പിളിംഗ് ചായ്വിൻ്റെ ഭാഗമായുള്ള പിഴവുകൾ, എറേഴ്സ് ആസ് എ പാർട്ട് ഓഫ് സാമ്പിളിംഗ് ബയാസ്. അതായത് നമ്മളെ നേരത്തെ പറഞ്ഞു നോൺ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ച്. ഓക്കെ, അതായത് ഈ നോൺ റാൻഡം സാമ്പിളിങ്ങിൽ എന്യൂമറേറ്റർ അഥവാ അന്വേഷകൻ പക്ഷപാതപരമായി വിവേചന അധികാരം ഉപയോഗിച്ചാണ് പെരുമാറുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എന്യൂമറേറ്റർക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് സാമ്പിളായി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സാമ്പിളിംഗ് ചായ്വിൻ്റെ ഭാഗമായുള്ള പിഴവുകൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സാമ്പിളിംഗ് ഇതര പിഴവുകൾ അഥവാ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, സാമ്പിളിംഗ് ഇതര പിഴവുകൾ സാമ്പിളിംഗ് പിഴവുകളേക്കാൾ ഗുരുതരമാണ്.
ഓക്കെ. അതായത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സാമ്പിളിംഗ് എറേഴ്സിനേക്കാൾ ഗുരുതരമാണ്. കാരണം ഒരു വലിയ സാമ്പിൾ, അതായത് കുറേ സാമ്പിളുകൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിംഗ് പിഴവ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ. എന്നാൽ നോൺ സാമ്പിളിംഗ് പിഴവ് അത് വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഓക്കെ. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറേഴ്സ് ബിക്കോസ് എ സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സാമ്പിളിംഗ് എററിനേക്കാൾ നോൺ സാമ്പിളിംഗ് എററാണ് പ്രധാന പ്രശ്നമായി, ഗൗരവമുള്ള പ്രശ്നമായി കാണുന്നത്. അതായത് സാമ്പിളിംഗ് പിഴവുകളേക്കാൾ സാമ്പിളിംഗ് ഇതര പിഴവുകളാണ് ഗൗരവമുള്ള പ്രശ്നമായി കാണുന്നത്. ഓക്കെ. ഇനി അടുത്തതായി പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ദത്തങ്ങൾ ശേഖരിക്കുന്നതിനും അഥവാ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും അത് പട്ടികയാക്കുന്നതിനും പട്ടികപ്പെടുത്തുന്നതിനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറേ ഏജൻസികൾ നിലനിൽക്കുന്നുണ്ട്. ചില ഏജൻസികൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. ദർ ആർ സം ഏജൻസീസ് ബോത്ത് അറ്റ് ദി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ to collect, process and tabulate the statistical data. ഓക്കെ. അങ്ങനെയുള്ള ചില ഏജൻസികളുടെ പേരാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഈ ഏജൻസികളുടെ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഫുൾ ഫോമൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ. അതിൽ ആദ്യത്തെ ഏജൻസി ആയിട്ട് നമ്മൾ പറയുന്നതാണ് സെൻസസ് ഓഫ് ഇന്ത്യ. ഓക്കെ. രണ്ടാമത്തെ ഏജൻസി ആയിട്ട് പറയുന്നതാണ് NSSO. അതിൻ്റെ ഫുൾ ഫോം നോക്കുക, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ഏജൻസി ആയിട്ട് പറയുന്നതാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. നാലാമത്തെ ഏജൻസി ആയിട്ട് പറയുന്നതാണ് RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ഏജൻസി ആയിട്ട് ഇവിടെ പറയുന്നതാണ് DGCIS, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ. അപ്പോൾ ഈ ഏജൻസികളുടെ പേരൊന്ന് ഷോർട്ട് ഫോമും ഫുൾ ഫോമും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഇതിൽ സെൻസസ് ഓഫ് ഇന്ത്യനെ കുറിച്ചും NSSOനെ കുറിച്ചും നമ്മൾ ചെറിയൊരു വിവരണം തരുന്നതാണ്. ഓക്കെ. ഇനി സെൻസസ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചെറിയൊരു വിവരണം നമ്മൾ പറയുന്നു. ഇന്ത്യൻ ജനസംഖ്യയുടെ പൂർണ്ണവും തുടർച്ചയായതുമായ കണക്കുകൾ നൽകുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ്. സെൻസസ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡെമോഗ്രാഫിക് റെക്കോർഡ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് 1881 മുതലാണ്, 81ലാണ് നമ്മൾ ആദ്യത്തെ ജനസംഖ്യാ സെൻസസ് നടത്തിയത്. ആ 81 മുതൽ ഓരോ 10 വർഷം കഴിയും തോറും ഇന്ത്യയിൽ ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സെൻസസ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ. ദ പോപ്പുലേഷൻ സെൻസസ് ഈസ് ബീയിങ് റെഗുലർലി കണ്ടക്റ്റഡ് എവരി 1881. ഓക്കെ. ഇനി സെൻസസ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച അടുത്ത പോയിൻ്റാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് 1951 The first population census after independence was conducted in 1951. ഓക്കെ. ഇനി സെൻസസ് ഓഫ് ഇന്ത്യ ഇടപെടുന്ന മേഖലകൾ അല്ലെങ്കിൽ സെൻസസ് ഓഫ് ഇന്ത്യ കണക്കെടുപ്പ് നടത്തുന്ന മേഖലകളാണ് പറയുന്നത്. ഒന്ന്, ജനസംഖ്യയുടെ വലുപ്പം, ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, സാക്ഷരത, കുടിയേറ്റം, ഗ്രാമ നഗര പ്രദേശങ്ങളുടെ ജനസംഖ്യാ വിതരണം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ്. ഓക്കെ. ദ സെൻസസ് ഓഫ് ഇന്ത്യ കളക്ട്സ് ഡാറ്റ ഓൺ population size, population ratio, literacy, migration, population distribution in rural and urban areas, etc. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഓക്കെ. ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് സർവേ നടത്തുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച ഏജൻസിയാണ് NSSO.
ഓക്കെ. അപ്പോൾ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സർവേ നടത്താൻ ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു ഏജൻസിയാണ് NSSO. NSSO ഈസ് ആൻ ഏജൻസി സെറ്റ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് സർവേസ് ഓൺ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് അറ്റ് ദി നാഷണൽ ലെവൽ. ഓക്കെ. ഇനി ഇതിൽ ഒരു വൺ വേർഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, NSSO ശേഖരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സർവേക്ഷണ. അപ്പോൾ NSSOയുടെ ഒരു പ്രസിദ്ധീകരണമാണ് സർവേക്ഷണ. ഓർമ്മ വേണേ, NSSO പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സർവേക്ഷണ. ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ NSSO വിൽ ബി പബ്ലിഷ്ഡ് ആസ് റിപ്പോർട്ട്സ്, ദാറ്റ് ഈസ് നോൺ ആസ് സർവേക്ഷണ. ഓക്കെ. ശ്രദ്ധിക്കുക, ഇനി ഏതൊക്കെ മേഖലയിലാണ് NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പഠനം നടത്തുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ. സാക്ഷരത, സ്കൂൾ പ്രവേശനം, വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഉപയോഗം, തൊഴിലില്ലായ്മ, നിർമ്മാണ സേവന മേഖലയിലെ സംരംഭങ്ങൾ, രോഗം, പ്രസവം, ശിശു സംരക്ഷണം, പൊതുവിതരണ സമ്പ്രദായങ്ങളുടെ ഉപയോഗം എന്നിവയെ സംബന്ധിച്ച വിവരങ്ങളും NSSO നൽകുന്നു. എന്ന് പറഞ്ഞാൽ എന്നിവയെ സംബന്ധിച്ച പഠനം നടത്തുന്നത് NSSO ആണ്. ഓക്കെ. ദ NSSO ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ലിറ്ററസി, സ്കൂൾ എൻറോൾമെൻറ്റ്, യൂസ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്, എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, എൻ്റർപ്രൈസസ് ഇൻ ദി മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് സെക്ടേഴ്സ്, ഇൽനസ്, ചൈൽഡ് ബർത്ത്, ചൈൽഡ് കെയർ, the use of public distribution system, etc. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSSOയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ സെൻസസ് ഓഫ് ഇന്ത്യ, NSSO ഈ രണ്ട് ഏജൻസികളെക്കുറിച്ച് മാത്രമേ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ 2 കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ശേഖരണം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ആ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ചർച്ച ചെയ്യും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.